71 ഉത്തരക്കടലാസുകൾ കാണാതായ പ്രോജക്ട് ഫിനാൻസ് എന്ന പരീക്ഷ വീണ്ടും നടത്താനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരെ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. SFIയുടെ പ്രതിഷേധത്തിലേക്ക് തത്സമയം. കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണ് പ്രതിഷേധവുമായി SFI പ്രവർത്തകർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഉത്തരക്കടലാസ് കാണാതായതിനെ തുടർന്ന് ഏപ്രിൽ 7-ാം തീയതി പ്രോജക്ട് ഫിനാൻസ് എന്ന പേപ്പറിന്റെ പരീക്ഷ വീണ്ടും നടത്താനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടെ SFI ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ അടക്കം വന്ന വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചയാണ് ഈ സർവകലാശാലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. MBA വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ 71 വിദ്യാർത്ഥികളുടെ അവരുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ വീഴ്ച കേരള സർവകലാശാലയെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ കൃത്യമായി ഈ വിഷയം പരിശോധിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഇത്തരത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി SFIയുടെ പ്രതിഷേധം കേരള സർവകലാശാലയിലേക്കാണ്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ പലരും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി അയച്ച സന്ദേശം, എക്സാം നടത്താതെ സ്റ്റുഡൻസിന്റെ ബാക്കി സബ്ജക്ട്സിന്റെ മാർക്സിന്റെ ആവറേജ് എടുത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ കൂടി പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ രാവിലെ കോഫി വിത്ത് അരുണിലാണ് ഇടപെട്ടത്. അതുമുതൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഈ 71 വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു പകുതിയോളം വിദ്യാർത്ഥികൾ നമ്മളെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനായി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകേണ്ടതുമാണ്. കുട്ടികളുടെ ഭാവിയാണ്, അവരുടെ കരിയറാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം സർവകലാശാലയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ.